കല്യാണത്തിന് മുൻപ് അതായത് നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നല്ലോ, അപ്പൊ എങ്ങനെയായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ആരാദ്യം കണ്ടു, ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത്? സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പ്രപ്പോസൽ ആയിരുന്നോ, അതെയോ ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിച്ച് കുറെ അദ്ദേഹത്തെ നടത്തിച്ചോ ഈ തിരക്കിന്റെ ഇടയിൽ? കുറച്ചൊക്കെ നടത്തിച്ചു. ഈ തിരക്കിന്റെ ഇടയിൽ അദ്ദേഹം നടന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് എന്നെ മീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും പാസഞ്ചേഴ്സ് ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും പാസഞ്ചേഴ്സ് എവിടേക്ക് പോകാൻ നിൽക്കുന്നു? എങ്ങോട്ട് പോകാൻ നിൽക്കുന്നു? കുവൈറ്റിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വരുന്നു, അദ്ദേഹം കുവൈറ്റിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ ജസ്റ്റ് പരിചയപ്പെട്ടു. ഞാൻ എൻ്റെ കൂടെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. അന്നേരത്തെ എൻ്റെ ഒരു എന്താ പറയുക കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്ന് അങ്ങനെ സംസാരിക്കുമ്പോഴേക്കും അത് വലിയ സംഭവമാണ്. ഇങ്ങനെയൊക്കെ ആകാവോ എന്നൊക്കെയുള്ള ഒരു ഇതാണ്. അപ്പം അദ്ദേഹം എന്നെ വളരെ ഒരു ചെറിയ കുട്ടിയായിട്ട് തന്നെ കണ്ടുകൊണ്ട് മോളെ എവിടെ പോണു, എന്തുണ്ട് വിശേഷം എന്നൊക്കെ, മോളെ കൊച്ചെന്നൊക്കെയാണ് വിളിച്ചത്. അങ്ങനെ എനിക്ക് വിസിറ്റിംഗ് കാർഡ് തന്നു. എന്തെങ്കിലും ആവശ്യമുണ്ട് പറയണം കേട്ടോ, ഞാൻ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്, UAE ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട് എല്ലാ മാസവും പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായി ബിസിനസ് മാൻ ആണെന്നുള്ളത്. പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാണ്. അതെങ്ങനെ ഈ ഒരു മാസം ഗ്യാപ്പിൽ നിങ്ങൾ മെസ്സേജ് വിളിക്കലൊന്നും? ഞാൻ വിളിച്ചിട്ട് എനിക്ക് നമ്പർ തന്നു, പക്ഷെ ഞാൻ അതിൽ കോണ്ടാക്ട് ചെയ്യാനൊന്നും പോയില്ല. പക്ഷെ പുള്ളി എങ്ങനെയോ ഡയറക്റ്റ് എല്ലാം കണ്ടുപിടിച്ചു, എൻ്റെ ബ്രദറിനെ കോണ്ടാക്ട് ചെയ്യുന്നു. അങ്ങനെ പുള്ളി ചെറുതായിട്ട് സംസാരിക്കുന്നു. പിന്നീട് ഒരു അടുത്ത നെക്സ്റ്റ് മന്ത് വീണ്ടും കുവൈറ്റിലേക്ക് വന്നു. അന്ന് വന്നിട്ട് പെട്ടെന്ന് ഹോസ്റ്റലിൽ വാർഡൻ വന്നിട്ട് പറഞ്ഞു ഒരു ഗസ്റ്റ് ഉണ്ടോ, ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറയുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹമാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ഞെട്ടി. അപ്പം എന്നോട് ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ, പുള്ളി അന്നും ഭയങ്കര മച്വേർഡ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പം വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പം പുള്ളിക്ക് മനസ്സിലായി ഇതൊരു കുട്ടിത്തമുള്ള, ഇതിന് കഥയില്ലാത്തവരാണ്. പിന്നെ പുള്ളി ഭയങ്കര കെയറിങ് ആയിരുന്നു. അപ്പം എന്നെ മനസ്സിലായി ആ ഒരു ഇതൊന്നും ഉള്ള ഒരു ഇതിലേക്ക് വളർന്നിട്ടില്ല എന്ന് മനസ്സിലായിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ഒരു കെയർ ടേക്കർ എന്നുള്ളവർ, ഭയങ്കര കെയറിങ്, അങ്ങനെ ലവിങ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അന്നൊക്കെ എന്ന് വെച്ചാൽ ഫോൺ വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ വാട്സപ്പ് ഒന്നും ഇല്ല, ഡയറക്റ്റ് നമ്മൾ മെസ്സേജ്. അപ്പം എന്നെ ഫോൺ വിളിച്ച് അപ്പം എന്നെ വിളിക്കുമ്പോൾ അവിടുത്തെ ദിർഹംസും പോവുകയാണ്, ദിനാറ്. എൻ്റെ ഫോണിൽ നിന്ന് ദിനാറെല്ലാം പോകുന്നു, അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് ഇന്ത്യൻ മണി പോകുന്നു. അത് പോട്ടെ, എൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളം മൊത്തം ഇദ്ദേഹം വിളിച്ചിട്ട് എൻ്റെ ഫോണിൽ നിന്ന് പോവുകയാണ്. മനസ്സിലായോ? അങ്ങനെ എൻ്റെ ഓൾമോസ്റ്റ് ഒരു മാസം 2-3 മാസത്തെ പൈസ ഇല്ല, അങ്ങനെ പോവുകയാണ്. അപ്പം ഇങ്ങനെ വിളിച്ച് അവസാനം എന്താ പറയുക, പുള്ളിയുടെ പേര് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഫ്രണ്ട് പേജിൽ അന്ന് പുള്ളി ഉപയോഗിക്കുന്ന സിം കാർഡ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് അന്നൊരു സിം കാർഡ് ഉണ്ട്, ഓറഞ്ച്. ഇത് ഞാൻ പറയുന്നത് 2005 കാര്യമാണ്. അപ്പം ഈ ഓറഞ്ചുകാർ എന്നിട്ട് അവസാനം ഏറ്റവും കൂടുതൽ ബില്ല് പേ ചെയ്ത ആളെന്ന് പറഞ്ഞിട്ട് താങ്ക് യു മിസ്റ്റർ എബ്രാഹിം മാത്യു ഫോർ പേയിങ് ദ എന്താ പറയുക, അങ്ങനെ ഫ്രണ്ട് പേജിൽ വിത്ത് ഫോട്ടോ, എന്താണ് എന്നെ വിളിച്ചതിൻ്റെ പൈസയാണ്. അന്ന് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ മിനിറ്റിന് അന്ന് പോയിക്കൊണ്ടിരുന്ന സംതിങ് അറൗണ്ട് 150 റുപ്പീസാണ്. അതിങ്ങനെ അരമണിക്കൂർ ഒക്കെ വിളിക്കുമ്പോഴത്തേക്ക് എൻ്റെയും പൈസ മൊത്തം പോയി. അങ്ങനെ പുള്ളി തീരുമാനിക്കുവാണ് ഇവളിവിടെ നിന്നിട്ട് കാര്യമില്ല, പൈസ മൊത്തം ഇങ്ങനെ പോവാണ്. അവസാനം കൊണ്ടുവന്നു, പോരെ എന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് വന്നു, റിസൈൻ ചെയ്യുന്നു, അങ്ങനെ തിരിച്ചു വന്നു, കല്യാണം പെട്ടെന്ന് കഴിക്കുന്നു. അങ്ങനെ